നാളെ ഒരു ദിവസം കൂടിയേ ഉള്ളൂ. അതെ, 4-ാം നമ്മള് തീയതി ഇവിടെ നിന്ന് അതെ നേരെ ഗുഡ് ഈവനിങ് കേരളം, ഗുഡ് മോർണിംഗ് കേരളം ഒക്കെ പറയുന്നത് കലോത്സവ വേദിയിലേക്ക് പോവുകയാണ്. കുട്ടികൾക്കൊപ്പം നമ്മളും കൈരളി സംഘവും വളരെ സജീവമായിട്ടുണ്ടാവും. വിനിഷയുടെ നേതൃത്വത്തിൽ വിനിഷ, ഷീജ, കാവ്യ, അന്ന എല്ലാവരും ഉണ്ടാകും. അങ്ങനെ ഒരു വലിയ ടീം നമ്മുടെ റിപ്പോർട്ടർമാർ പല സ്ഥലത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെ കൈരളിയുടെ ഒരുക്കവും അതിൻ്റെ അവസാന ഘട്ടത്തിലാണ് എന്നുള്ളത് കൂടിയാണ്. കലോത്സവത്തിൻ്റെ ഒരുക്കങ്ങളോ? കലോത്സവത്തിന്റെ ഒരുക്കങ്ങളും പൂർണ്ണ തോതിൽ സജ്ജമായി കഴിഞ്ഞു. ഇനി ഒരുക്കങ്ങൾ എന്ന് പറയാനില്ല, കലോത്സവം ആരംഭിച്ചു കഴിഞ്ഞു. കലവറയൊക്കെ നിറഞ്ഞു കഴിഞ്ഞു എന്നാണ് പറയുന്നത്. ഇന്ന് പാചകം തുടങ്ങിയാൽ മതി. നാളെ വൈകിട്ടോട് കൂടി തന്നെ, അതായത് വേദിയിൽ മത്സരം എത്തുന്നതിന് മുൻപ് തന്നെ കലവറയിൽ ഭക്ഷണം കുട്ടികൾക്ക് വിതരണം ചെയ്തു തുടങ്ങും. നാളെ രാത്രി തന്നെ കുട്ടികൾക്ക് ഭക്ഷണം, നാളെ തൊട്ട് കുട്ടികളെല്ലാം എത്തിത്തുടങ്ങും എല്ലാ ജില്ലകളിൽ നിന്നും. അതുകൊണ്ട് തന്നെ കുട്ടികൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കാനുള്ള കലവറ ഒരുക്കലായിരുന്നു. ഈ ഒരുക്കങ്ങളെ കുറിച്ച് മന്ത്രി ഇന്ന് വല്ലതും പറഞ്ഞോ? മന്ത്രി ശിവൻകുട്ടി ഇന്ന് വാർത്താ സമ്മേളനം നടത്തിയിരുന്നു. മന്ത്രി GR അനിലാണ് കുട്ടികളിൽ നിന്ന് കലവറ നിറയ്ക്കലിന്റെ ഭക്ഷണ സാമഗ്രികളൊക്കെ കുട്ടികൾ ശേഖരിച്ചത് ഏറ്റുവാങ്ങിയത്. കോട്ടൺ ഹിൽ സ്കൂളിലായിരുന്നു ആ പരിപാടി. രാവിലെ 7 മണിക്ക് ഭക്ഷണം വിളമ്പിക്കൊണ്ട് മന്ത്രി KN ബാലഗോപാൽ ഭക്ഷണപുരയുടെ ഉദ്ഘാടനം നാളെ നിർവഹിക്കും. ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞു. എല്ലാ 25 വേദികളും മത്സരാർത്ഥികളെ സ്വീകരിക്കുവാനും മത്സരം നടത്തുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ ആയിക്കഴിഞ്ഞു. സ്റ്റേജ് മാനേജേഴ്സിൻ്റെ ക്ലാസ് കഴിഞ്ഞു. അതുപോലെ ഇനിയിപ്പോൾ രജിസ്ട്രേഷൻ്റെ പ്രവർത്തനം ആരംഭിച്ചാൽ മതിയാവും. പ്രധാനപ്പെട്ട വെന്യൂ സെൻട്രൽ സ്റ്റേഡിയം, അതിൻ്റെ ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിച്ചു. ഭക്ഷണ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനകീയമായി തന്നെ ഭക്ഷണപദാർത്ഥങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെ വിവിധ ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. സുലേഖ ശശികുമാർ ഉണ്ട്. സുലേഖ നാളത്തെ സ്വർണ്ണക്കപ്പ് കാസർഗോഡ് നിന്ന് അവളുടെ നാട്ടിൽ നിന്ന് ഏറ്റുവാങ്ങിയ തിരുവനന്തപുരത്ത് എത്തിക്കാനുള്ള ആവേശത്തിലാണ്. സുലേഖ, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് വിനീഷ, ശരത്. എങ്ങനെയുണ്ട് കലോത്സവത്തിന്റെ ഒരുക്കങ്ങൾ? വളരെ പെട്ടെന്നായിക്കോട്ടെ. തീർച്ചയായും വലിയൊരു ആഘോഷത്തിലേക്ക് തന്നെയാണ് തിരുവനന്തപുരം കടന്നിരിക്കുന്നത്. ഇതിനോടകം തന്നെ കലോത്സവത്തിന് വേണ്ടിയുള്ള എല്ലാ ഒരുക്കങ്ങളും തിരുവനന്തപുരം നഗരത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു, അല്ലെങ്കിൽ നടത്തിക്കഴിഞ്ഞു എന്ന് തന്നെ പറയണം. ഇനിയൊരു അവസാന മിനുക്കുപണി മാത്രമാണ് തിരുവനന്തപുരത്ത് ബാക്കിയുള്ളത്. ലൈറ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ തിരുവനന്തപുരത്ത് പുരോഗമിച്ചു. നേരത്തെ വിനീഷ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും എല്ലാ കലോത്സവത്തിൻ്റെയും മുഖ്യ ആകർഷണം അതിൻ്റെ ഭക്ഷണപന്തലിൽ തന്നെയാണ്. അത്തരത്തിൽ കലവറ നിറയ്ക്കൽ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. അവിടെ നാളെ വൈകിട്ടോടുകൂടി അത്താഴം കൊടുത്തുകൊണ്ട് ഭക്ഷണപുരയിലെ കാര്യങ്ങൾക്ക് തുടക്കമാകുമെന്നുള്ളത് തന്നെയാണ്. അതിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം അത് മന്ത്രി KN ബാലഗോപാൽ 4-ാം തീയതി രാവിലെ 7 മണിക്ക് നടത്തുമെന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വലിയൊരു ഒരുക്കത്തിൽ തന്നെയാണ് തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത്. വർഷങ്ങൾക്ക് ശേഷം എത്തുന്ന കലോത്സവത്തിനെ അതിൻ്റെ എല്ലാ ആവേശവും ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നഗരം അതിനെ പൂർണ്ണമായും ഇത്തരത്തിൽ സ്വീകരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ കലോത്സവം തുടങ്ങിയ ശേഷം നമുക്ക് സുലേഖയോട് ചോദിച്ചറിയാം. കാരണം എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറഞ്ഞാൽ ശരിയാവില്ല. പറഞ്ഞു തീർക്കേണ്ട സുലേഖ, നമുക്ക് ഏതായാലും വളരെ ആവേശത്തോടെ കൊണ്ട് അവിടെ നേരത്തെ സുശീൽ പറയുന്ന ഒരു കാര്യമുണ്ട്. സുശീൽ കുമാർ പറയുന്നു, കഴിഞ്ഞ കലോത്സവത്തിൽ നല്ല കവറേജ് ആയിരുന്നു കൈരളി നടത്തിയത്. ആ ഉത്തരവാദിത്വം നിശ്ചയമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ മികച്ച കവറേജിലേക്ക് തന്നെയാണ് ഞങ്ങളും ആഗ്രഹിക്കുന്നത്. അതിനുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പൊക്കെ ഞങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ട്.